നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPM നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ MP ക്യാമ്പ് ഓഫീസിലേക്ക് CPM ഇന്നലെ മാർച്ച് നടത്തിയത്. കൊടുങ്ങല്ലൂരിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യ ജസ്നയാണ് മരിച്ചത്. ഓൺലൈൻ മാട്രിമോണി തട്ടിപ്പിലൂടെ മാള സ്വദേശിക്ക് നഷ്ടപ്പെട്ട 1.7 ലക്ഷം രൂപ തൃശൂർ റൂറൽ പോലീസ് വീണ്ടെടുത്തു നൽകി. തൃശൂർ റൂറൽ സൈബർ പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് തുക തിരികെ ലഭിച്ചത്. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPM നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. BJP പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു. തുടർന്ന് പോലീസ് 2 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ MP ക്യാമ്പ് ഓഫീസിലേക്ക് CPM ഇന്നലെ മാർച്ച് നടത്തിയത്. CPM പ്രവർത്തകരിൽ ഒരാൾ MPയുടെ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇന്നലെ വൈകിട്ട് തന്നെ BJP പ്രവർത്തകർ CPM ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ശേഷം BJP CPM പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. പോലീസ് ലാത്തി വീശുകയും ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിനടക്കം നിരവധി പ്രവർത്തകർക്ക് അടിയേൽക്കുകയും ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂരിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യ ജസ്നയാണ് മരിച്ചത്. 2 ദിവസം മുമ്പ് വീട്ടുമുറ്റത്തു നിന്നും പാമ്പ് കടിയേറ്റ ജസ്ന എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഓൺലൈൻ മാട്രിമോണി തട്ടിപ്പിലൂടെ മാള സ്വദേശിക്ക് നഷ്ടപ്പെട്ട 1.7 ലക്ഷം രൂപ തൃശൂർ റൂറൽ പോലീസ് വീണ്ടെടുത്തു നൽകി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് തുക തിരികെ ലഭിച്ചത്. പരാതിക്കാരൻ പുനർവിവാഹത്തിന് ഓൺലൈൻ ക്രിസ്ത്യൻ മാട്രിമോണി പ്ലാറ്റ്ഫോമിലൂടെ ഒരു യുവതിയുമായി പരിചയപ്പെടുകയായിരുന്നു. പിന്നീട് യുവതി തന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെന്നും കടങ്ങൾ തീരുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകിയാൽ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും വാഗ്ദാനം ചെയ്തു. വിശ്വാസത്തോടെ UAEയിൽ ജോലി ചെയ്യുകയായിരുന്നു പരാതിക്കാരൻ. UAE ഫെഡറൽ എക്സ്ചേഞ്ച് വഴി പല ഘട്ടങ്ങളിലായി ആകെ 1,70,000 യുവതിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. എന്നാൽ പണം അയച്ചതിനു ശേഷം യുവതി ഫോൺ വിളികൾക്കോ സന്ദേശങ്ങൾക്കോ മറുപടി നൽകാതിരിക്കുകയും സംശയം തോന്നിയ പരാതിക്കാരൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയുമായിരുന്നു. തുടർന്ന് സൈബർ പോലീസ് സ്വീകരിച്ച സമയബന്ധിതമായ നടപടികളിലൂടെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പരാതിക്കാരന് നഷ്ടപ്പെട്ട മുഴുവൻ പണവും തിരികെ ലഭിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുജിത് PS, GISI അനൂപ് കുമാർ, ടെലികമ്മ്യൂണിക്കേഷൻ SCPO രമേശ് ചന്ദ്രൻ, CPO സച്ചിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, തൃശൂർ. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ KK രവി നമ്പൂതിരി, ഹക്കീം ഇക്ബാൽ, സജീവൻ പുത്തഞ്ചിറ, AC ജോയ്, സന്തോഷ് ആത്തപ്പള്ളി, സാജു മണവാളൻ, തിലകൻ, ബൈജു കണ്ടപ്പശ്ശേരി, ജോഷി കാഞ്ഞുത്തറ, നിർമ്മൽ സി പാത്താടൻ, ഔസപ്പൻ ജോസ്, വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് സ്കൂളിൽ നിന്നും സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. മേത്തല കോട്ടപ്പുറം സ്വദേശികളായ നടുമുറി വീട്ടിൽ രമേശ്, അറക്കപ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചന്തയ്ക്ക് സമീപം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ സ്കൂളിൽ നിന്നും സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ 15 വയസ്സുള്ള കുട്ടിയെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ പരാതിയിലാണ് കൊടുങ്ങല്ലൂർ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. രമേശ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഹരി ഉപയോഗിച്ച് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, SIമാരായ സാലിം K, ഷാബു, ജൂനിയർ SI ജിജേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 78 വർഷമായി ചാലക്കുടി പോട്ടയിൽ പ്രവർത്തിച്ചു വരുന്ന പോട്ട ഗ്രാമീണ വായനശാല ഡിജിറ്റലൈസ് ചെയ്ത് നവീകരിച്ച് പുതിയ വായനമുറിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പോട്ട ഗ്രാമീണ വായനശാലയുടെ നവീകരിച്ച മുറിയിലേക്കുള്ള പ്രവേശനം ഈ വരുന്ന ഓഗസ്റ്റ് 15 വൈകിട്ട് 5 മണിക്ക് പോട്ട പേരക്കാട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട ചാലക്കുടിയുടെ MLA സനീഷ് കുമാർ ജോസഫ് MLA അവർ നിർവഹിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വിശിഷ്ടാതിഥിയാകും. പത്രസമ്മേളനത്തിൽ വത്സൻ ചമ്പക്കര, പോൾസൺ മേലേപ്പുറം, KL ലൈജൻ, അനിഷ ബിജിത്ത്, അമൃത ലൈജൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPM നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ MP ക്യാമ്പ് ഓഫീസിലേക്ക് CPM ഇന്നലെ മാർച്ച് നടത്തിയത്. കൊടുങ്ങല്ലൂരിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യ ജസ്നയാണ് മരിച്ചത്. ഓൺലൈൻ മാട്രിമോണി തട്ടിപ്പിലൂടെ മാള സ്വദേശിക്ക് നഷ്ടപ്പെട്ട 1.7 ലക്ഷം രൂപ തൃശൂർ റൂറൽ പോലീസ് വീണ്ടെടുത്തു നൽകി. തൃശൂർ റൂറൽ സൈബർ പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് തുക തിരികെ ലഭിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.